നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സ്ഥാനാർത്ഥികളെ വേഗം പ്രഖ്യാപിച്ച് കളം പിടിക്കാനുള്ള നീക്കം ബി.ജെ.പി. സജീവമാക്കുകയാണ്. 40 സീറ്റുകൾ വരെ ലക്ഷ്യം വെച്ച് വികസിത ഭാരതം, വികസിത കേരളം എന്ന മുദ്രാവാക്യവുമായാണ് ബി.ജെ.പി. തിരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നത്. പാർട്ടിയിലെ പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പ് തർക്കങ്ങളും മാറ്റിവെച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടാനാണ് നേതൃത്വത്തിന്റെ ആഹ്വാനം. വിഭാഗീയത രൂക്ഷമായ എ ക്ലാസ് മണ്ഡലമായ പാലക്കാട് സ്റ്റാർ കാൻഡിഡേറ്റായ ശോഭാ സുരേന്ദ്രനെ തന്നെ മത്സരിപ്പിക്കണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളുടെ സഹതാപം സാഹചര്യം മുതലെടുത്ത് വനിതാ സ്ഥാനാർത്ഥിയിലൂടെ നേട്ടമുണ്ടാക്കിയെടുക്കാമെന്നാണ് വിലയിരുത്തൽ. മഞ്ചേശ്വരത്ത് മത്സരിക്കാൻ കെ സുരേന്ദ്രനോട് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. 2016 100-ൽ താഴെ വോട്ടുകളുടെ വ്യത്യാസത്തിൽ പരാജയപ്പെട്ട മഞ്ചേശ്വരം കെ സുരേന്ദ്രനിലൂടെ പിടിച്ചെടുക്കാമെന്നാണ് കണക്കുകൂട്ടൽ. ജയസാധ്യതയുള്ള നേമത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കുമെന്നതിലും ധാരണയായിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്ത ആത്മവിശ്വാസത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ബി.ജെ.പിക്ക് കാര്യങ്ങൾ എളുപ്പമാകുമോ? കാണാം RDX റാപ്പ്. ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കളാണ് ശോഭാ സുരേന്ദ്രനെ പാലക്കാട് മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യവുമായി സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചത്. ബലാത്സംഗ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വികാരം മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് കണക്കുകൂട്ടൽ. സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിയുമെന്നും ഒരു വിഭാഗം വ്യക്തമാക്കുന്നു. 2016 ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴാണ് ബി.ജെ.പി. പാലക്കാട് 2ാം സ്ഥാനത്തെത്തിയത്. തുടർന്ന് ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലമായി പാലക്കാട് മാറുകയായിരുന്നു. കൂടാതെ കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അവർ മത്സരിച്ച മണ്ഡലങ്ങളിലുണ്ടായ ഗണ്യമായ വോട്ട് വർധനവും നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. പാലക്കാട് ജില്ലയിലെ NDA സ്ഥാനാർത്ഥി പട്ടികയിൽ ഏകദേശ രൂപവും പുറത്തുവന്നു. മലമ്പുഴയിൽ ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ C. കൃഷ്ണകുമാറാകും മത്സരിക്കുക. ഒറ്റപ്പാലത്ത് ബി.ജെ.പി. സംസ്ഥാന ട്രഷറർ E. കൃഷ്ണദാസിനും ഷൊർണൂരിൽ ശങ്കൂട്ടി ദാസിനുമാണ് സാധ്യത. പാലക്കാട്ടെ ബി.ജെ.പിയുടെ യുവമുഖവും ജില്ലാ പ്രസിഡന്റുമായ പ്രശാന്ത് ശിവൻ നെന്മാറയിലോ ആലത്തൂരിലോ മത്സരിച്ചേക്കും. ഗ്രൂപ്പ് തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനായാൽ പാലക്കാട് വിജയം സുനിശ്ചിതമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെയും വിലയിരുത്തൽ. RDX റാപ്പ് ന്യൂസ് മലയാളം. ഇനിയിപ്പം ഡേറ്റകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ബി.ജെ.പി. ഒന്നാമതെത്തിയ മണ്ഡലങ്ങളിൽ നിന്നും തുടങ്ങാം. ആ ഡേറ്റ നോക്കൂ. ബി.ജെ.പി. കഴിഞ്ഞ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയ മണ്ഡലങ്ങൾ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട, ആറ്റിങ്ങൽ, പുതുക്കാട്, ഇരിങ്ങാലക്കുട, നാട്ടിക, തൃശൂർ, ഒല്ലൂർ, മണലൂർ എന്നിവിടങ്ങളാണ്. ഒപ്പം തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിൻകര, ഹരിപ്പാട്, കായംകുളം, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് എന്നിവിടങ്ങളിൽ രണ്ടാമതുമെത്തി 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. രണ്ടാമതെത്തിയ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ, അതായത് 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. രണ്ടാമതെത്തിയ മണ്ഡലങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാസർഗോഡ്, മഞ്ചേശ്വരം, മലമ്പുഴ, പാലക്കാട്, ആറ്റിങ്ങൽ, ചാത്തന്നൂർ എന്നിവിടങ്ങൾ. ബി.ജെ.പിക്ക് 1 ലക്ഷത്തിലധികം വോട്ട് വർദ്ധിച്ച മണ്ഡലങ്ങളാണ് ഇത്. ആലപ്പുഴയും തൃശൂരും ആലത്തൂരും ഒക്കെ ബി.ജെ.പിക്ക് 1 ലക്ഷത്തിലധികം വോട്ട് വർദ്ധിച്ചു. ബി.ജെ.പിക്ക് 1/2 ലക്ഷത്തിലധികം വോട്ട് വർദ്ധിച്ച മണ്ഡലങ്ങളാണ് ആറ്റിങ്ങൽ, കൊല്ലം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങൾ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെ NDA വോട്ട് വിഹിതം കൂടി പരിശോധിക്കാം. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 14.93% അത് 2019 ലോക്സഭയിലേക്ക് എത്തുമ്പോൾ 15.64 ഉയർന്നു. 2020 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 15.01% തിരഞ്ഞെടുപ്പിൽ NDAക്ക് ലഭിച്ച വോട്ടുവിഹിതം. 2021 തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് 12.47 കുറഞ്ഞിട്ടുണ്ട്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് 19.40% ഒരു കുതിച്ചുകാച്ചാട്ടം നടത്തി. 2025 ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അത് 14.71% കുറയുകയും ചെയ്തതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ NDA വോട്ടുവിഹിതം. ഇനി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വോട്ടുവിഹിതം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ. 2019 NDA നേടിയ വോട്ടുകളേക്കാൾ 1.11 ലക്ഷം വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ വർദ്ധിപ്പിച്ചത്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ 92,000 വോട്ടുകൾ എന്നത് 2.48 ലക്ഷമാക്കി ഉയർത്താനും ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. ഇനി 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDFനെ 3ാം സ്ഥാനത്തേക്ക് തള്ളി ശോഭ രണ്ടാമതെത്തിയതും നമ്മൾ കണക്കാക്കണം. അപ്പോ ഹർഷൻ, 2024 വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് അത് നിർണായകമായി തന്നെ ബി.ജെ.പി. കാണുന്നുണ്ട്.
ഇപ്പൊ നമ്മൾ ഇക്കഴിഞ്ഞ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പാണല്ലോ അവസാനത്തെ തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ ഒരു ഉരകല്ലായൊക്കെ കാണുന്ന 2025 തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് വേണ്ട രീതിയിൽ വർക്ക് ആയില്ല. കാരണം അവരുടെ വോട്ട് ശതമാനം കുറയുകയാണ് ഉണ്ടായത്. പക്ഷേ നമുക്കറിയുന്ന പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സീനല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കാര്യങ്ങളും പരിഗണനാ വിഷയങ്ങളും ഒക്കെ മാറി മാറി വരും. ഈ BJP അവർക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാം എന്ന് കണക്കാക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ സംസ്ഥാന നേതാക്കളെ തന്നെ, അതും എല്ലാവർക്കും അറിയാവുന്ന സുപരിചിത മുഖങ്ങളെയൊക്കെ അണിനിരത്തി മണ്ഡലം പിടിക്കാനുള്ള നീക്കമാണ് BJP നടന്നത്. അത് വർക്കാവുമോ എന്നുള്ളതാണ്. ഹർഷൻ തോന്നുന്നു. അല്ല, BJPക്ക് ഏറ്റവും കൂടുതൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ലഭിച്ചത് ഈ തൊട്ട് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലല്ല. അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12% മേൽ മാത്രമാണ് BJPക്ക് വോട്ട് ലഭിച്ചത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അത് BJP NDAക്ക്. അപ്പുറത്ത് 2015 നമ്മൾ നോക്കിയാൽ 2015-16 ആ പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, 2016 ഗണ്യമായി വർദ്ധിച്ചു. അത് BDJS എന്നുള്ള ഒരു രാഷ്ട്രീയ പരീക്ഷണം കൂടി വന്നു, അതിൻ്റെ ഒരു തള്ളിക്കയറ്റം ഉണ്ടായി. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP ക്രമാനുഗതമായി വോട്ട് വർദ്ധിപ്പിച്ച ഒരു സീറ്റ് വിജയിക്കുന്ന തരത്തിലേക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങളെത്തി. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പാറ്റേൺ പൊതുവെ കേരളത്തിൽ ഇത്തരം പാറ്റേണുകൾ തെരഞ്ഞെടുപ്പിൽ വർക്കാവാറുണ്ട് എന്നുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 1-ാം സ്ഥാനത്ത് എത്തിയ മണ്ഡലങ്ങളോ 2-ാം സ്ഥാനത്ത് എത്തിയ മണ്ഡലങ്ങളോ വെച്ച് ഇതിനെ കണക്കാക്കേണ്ടതില്ല എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു പ്രകടനം എന്നത് തന്നെയാണ് നോക്കേണ്ടത്. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള ആളുകളുടെ വിമുഖത മാറുന്നു എന്നൊക്കെയുള്ളത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെയൊക്കെ വെച്ച് ചില കണക്കുകൂട്ടലുകളിലേക്ക് നമുക്ക് എത്താമെങ്കിലും മുമ്പും ഇതുപോലെ ഗണ്യമായി വോട്ട് കൂടിയ സാഹചര്യത്തിലും, അതായത് 2016 ശേഷം പിന്നെയും വോട്ട് കുറയുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് ചെറിയ കുറയലല്ല ഉണ്ടായിട്ടുള്ളത്, 4-4.5% കുത്തനെയുള്ള ഇടിവ് നമ്മൾ കണ്ടു. ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത് നോക്കൂ, വോട്ട് ഗണ്യമായി കുറഞ്ഞു. അതായത് 14% മേൽ വോട്ട് എന്നുള്ള നിലയിലേക്ക് കുത്തനെ ഇടിഞ്ഞു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ അവർക്ക് കൂടുതൽ പഞ്ചായത്തുകൾ കിട്ടിയെന്നോ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് സംഭവിച്ച 2 കാര്യങ്ങളാണ് ഞാൻ അതിനകത്ത് നോട്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന്, വിജയിച്ച പഞ്ചായത്ത് വാർഡുകളിൽ 600 തോറ്റുപോയി എന്നുള്ളതാണ്. അതായത് 2015 വിജയിച്ച 600 വാർഡുകളിൽ അവർക്ക് പരാജയപ്പെടേണ്ടി വന്നു എന്നുള്ളത്. അത് ചെറിയ കണക്കല്ല. കാരണം ആകെപ്പാടെ 2000-ൽ താഴെ വാർഡുകളിൽ ജയിക്കുന്ന, അല്ലെങ്കിൽ 1500 ചില്ലാനും വാർഡുകളിൽ ജയിക്കുന്ന ഒരു പാർട്ടി അതിൽ 600 തോറ്റുപോയി എന്നുള്ളത് ചില സൂചനകളാണ്. കാരണം വേറൊന്നുമല്ല, നമ്മൾ പണ്ടൊക്കെ ഇവിടെ ഒരു എപ്പോഴും പറയുന്നത് BJP ഒരിക്കൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കും കേട്ടോ എന്നൊക്കെയുള്ളത്, അല്ലെങ്കിൽ അറപ്പ് മാറി അല്ലെങ്കിൽ വോട്ട് ചെയ്യും എന്നുള്ളത്. ഇതൊക്കെ BJPയെക്കുറിച്ച് കാലങ്ങളായി ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന സംഗതികളാണ്. അത് ഈ പറഞ്ഞതുപോലെ ഒരു വിലയിരുത്തൽ ആ മട്ടിലും വന്നിട്ടുണ്ട്. പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ കേരളം കൊടുക്കുന്ന ഒരു സൂചന. അവർ വേണമെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് അവർക്ക് ചില ഇങ്ങനെയുള്ള ചില തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെയുള്ള ചില അത്ഭുതങ്ങൾ മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ അവർ വിജയിച്ച പഞ്ചായത്തുകളെ തോൽപ്പിക്കുകയും അവർ വിജയിക്കാത്ത പുതിയ പഞ്ചായത്തുകൾ അവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന പാറ്റേൺ തന്നെയാണ് അവിടെ വർക്കാവുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രനൊക്കെ വർദ്ധിപ്പിച്ച വോട്ടുകളുടെ വിഹിതം എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതെ, അത് മാത്രമല്ല ഇവിടെ സുരേഷ് ഗോപി വിജയിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് നോക്കാം. പക്ഷേ എനിക്ക് ഇതിലെടുക്കാൻ തോന്നുന്നത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതവും അവിടെ നിന്ന് എവിടേക്കാണ് ഇത്തവണ വർദ്ധിക്കുകയാണോ അതോ 2016 നിന്ന് 2021 പോയപ്പം ഗണ്യമായി താഴേക്ക് വന്നു. ഈ 2021 നിന്ന് 2026 വരുമ്പോൾ ആ പാറ്റേൺ ആണോ തുടരുക എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വ്യത്യസ്തമായ മറ്റൊരു പാറ്റേൺ ആണോ തുടരുക എന്നുള്ളത്. 40 സീറ്റ് ലക്ഷ്യമിടുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാമെന്നുള്ളതല്ലാതെ നമ്മൾക്ക് 40 സീറ്റ് എന്നുള്ളത് ഒരു ആഗ്രഹം മാത്രമായി നമുക്ക് കണക്കാക്കേണ്ടി വരും. BJPക്ക് അത്രയും സീറ്റൊന്നും വിജയിക്കാവുന്ന ഒരു സാഹചര്യമില്ല. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് BJPക്ക് ഒരു സീറ്റ് പോലും ലഭിക്കാനിടയില്ല എന്ന് പറഞ്ഞതിന് പഴികേട്ട ഒരാളാണ് ഞാൻ. നമ്മളെ ആളുകൾ കൂട്ടം ചേർന്ന് ആക്രമിച്ചു. പക്ഷേ അവസാന റിസൾട്ട് വന്നപ്പോൾ ഒരു സീറ്റും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു വിലയിരുത്തൽ, BJPക്ക് കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഇപ്പോൾ ഒരു കോർപ്പറേഷൻ്റെ ഭരണം അവരുടെ കയ്യിലുണ്ട്, ഒരു MP ഉണ്ട്. ആ നിലയ്ക്കുള്ള അവരുടെ ഒരു പ്രസൻസ് കുറെ കൂടി സജീവമാണ്. ഇവിടെ ഒരു കോർപ്പറേഷനൊക്കെ കിട്ടിയ സ്ഥിതിക്ക് കൂടുതൽ ശ്രദ്ധിക്കാവുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നും, ഇപ്പോൾ മഹാരാഷ്ട്ര അടക്കം മറ്റു പല സംസ്ഥാനങ്ങളുടെ അടക്കം ഒരു പാറ്റേൺ ഇവിടെ പിന്തുടരും എന്നുള്ളതൊക്കെയുള്ള ഒരു കണക്കുകൂട്ടൽ അവർക്കുള്ളത് കൊണ്ട് ആ നിലയ്ക്കുള്ള ശ്രദ്ധ കൂടുതലുണ്ടാവും. പക്ഷേ BJP ദേശീയ നേതൃത്വം പോലും ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിജയം
പ്രതീക്ഷിക്കുന്നില്ല. കാരണം വലിയ പ്രഖ്യാപനങ്ങൾ പലതും ഉണ്ടാകുമെന്ന് സംസ്ഥാന BJP നേതൃത്വം പ്രതീക്ഷിച്ചിടത്തെല്ലാം ദേശീയ നേതൃത്വം അവരെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, കേന്ദ്ര സർക്കാർ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നല്ല സ്ഥാനാർത്ഥികൾ അവർക്ക് ചിലരുണ്ട്, ചില സ്ഥാനാർത്ഥികൾ നല്ല ശോഭാ സുരേന്ദ്രൻ മികച്ച സ്ഥാനാർത്ഥിയാണ്, തുടർച്ചയായി വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പുറത്ത് പല ആരോപണങ്ങളും നേരിടുന്ന ആളാണെങ്കിലും എൻ രാധാകൃഷ്ണൻ പോയി നിൽക്കുന്നിടത്ത് അദ്ദേഹം വോട്ട് വർദ്ധിപ്പിക്കാറാണ് പതിവ്. അതൊക്കെ അങ്ങനെയുള്ള ചില കൗതുകകരമായ ചില സംഗതികളുണ്ട്. ഇപ്പോൾ ഇവിടെ നേമം സീറ്റ് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ചർച്ചയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും അവർ മത്സരിക്കാനൊരു സ്ഥാനാർത്ഥിയെ ഉറപ്പിച്ചിട്ടുള്ള സീറ്റ്. അത് സംസ്ഥാന പ്രസിഡന്റ് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞാൻ തന്നെ ആയിരിക്കും അവിടെ മത്സരിക്കാമെന്ന് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കഴക്കൂട്ടം സീറ്റിൽ വി മുരളീധരനായിരിക്കും എന്നുള്ളത് പൊതുവെ അങ്ങ് ഉറപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അവരെല്ലാം അവിടെ കേന്ദ്രീകരിച്ച് പണിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ മണ്ഡലങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇവർ മുതിർന്ന നേതാക്കളെല്ലാം ചെയ്യുന്നത് പ്രത്യേകിച്ചൊരു പ്രഖ്യാപനമൊന്നും വേണ്ട, അതിനു മുമ്പ് തന്നെ അവരവരായിട്ട് ആ മണ്ഡലങ്ങളിൽ പണിയെടുത്തു തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ ഇദ്ദേഹം കൃഷ്ണദാസ് കാട്ടാക്കട മണ്ഡലത്തിലാണ് അദ്ദേഹം തുടർച്ചയായി മത്സരിക്കുക. ആ കാട്ടാക്കട മണ്ഡലത്തിലേക്ക് തന്നെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനോടടുത്ത സാഹചര്യമായപ്പോഴേക്ക് കണ്ണൂരിൽ നിന്ന് വണ്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അവരെല്ലാം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടെങ്കിലും വിജയിച്ച് വരിക എന്നുള്ളത് അത്ര എളുപ്പമല്ല. കാരണം ഇത്തവണയും ഒരു പൊതു ചിത്രം എന്താണ്? LDF UDF തമ്മിലാണ് മത്സരം. അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി മത്സരിക്കുന്ന BJP അല്ല ഇത് എന്ന് സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറയുക. സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറയുന്നത് അതിനല്ല മത്സരിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ മറ്റു മുതിർന്ന നേതാക്കന്മാർ പറയുന്നത് അടുത്ത 10-15 വർഷം കഴിയുമ്പോൾ ഇവിടെ സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞേക്കും, അതിനു വേണ്ടിയിട്ടുള്ള പണിയാണെന്ന്. BJPയുടെ രീതിയും അതാണ്, സംഘപരിവാറിൻ്റെ പൊതുരീതി അതാണ്. ഭയങ്കര ക്ഷമയോടെ കാത്തിരുന്ന് പണിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പൊതുരീതി. അതിനനുസരിച്ച് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും കാര്യങ്ങൾ നടക്കൂ. പക്ഷേ മികച്ച സ്ഥാനാർത്ഥികളെ അവർ അവതരിപ്പിക്കും. ഇപ്പോൾ പാലക്കാട് ശോഭാ സുരേന്ദ്രനെ അവതരിപ്പിക്കാൻ അവർ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വന്ന വാർത്ത അതാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ശോഭാ സുരേന്ദ്രനിൽ കൂടുതൽ ഊന്നൽ കൊടുത്തത്. അപ്പോൾ ശോഭാ സുരേന്ദ്രനെ അവിടെ മത്സരിപ്പിക്കുക എന്നുള്ളത് കടുത്ത മത്സരത്തിലേക്ക്, അതായത് വിജയിക്കാനുള്ള ഒരു മത്സരത്തിലേക്ക് അവർ കടക്കുന്നു എന്നുള്ള സൂചനയാണ് ആ പാലക്കാട് നിന്ന് ലഭ്യമാവുന്നത്. അവിടെ പല ആലോചനകളും വന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ഗുണം എന്താണ്? അവിടെ സാമുദായികമായ ചില പ്രശ്നങ്ങളുണ്ട്. അവിടെ ഈ പാലക്കാട് മണ്ഡലം കേന്ദ്രീകരിച്ച് BJPയോടൊപ്പം നിൽക്കുന്നവർ തന്നെ സാമുദായികമായ ചില ചേരിതിരിവുകളോ ചില താല്പര്യങ്ങളോ ഒക്കെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുണ്ട്. ആ പഴുതുപോലും അടച്ചുകൊണ്ട് വേണം ഇത്തവണ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ എന്നുള്ള തോന്നലാണ് അവർക്കുള്ളത്. പക്ഷേ ഇതൊക്കെ ആയിരിക്കുമ്പോഴും അവിടെ BJP ശക്തമാണ് എന്ന് പറയപ്പെടുന്ന പാലക്കാട് ഷാഫി പറമ്പിൽ തുടർച്ചയായി ജയിച്ചു വരുന്ന മണ്ഡലമായിരുന്നു. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വലിയ രീതിയിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച മണ്ഡലമാണ്. അവിടെ ആരെയാണ് കോൺഗ്രസ് ഇനി കണ്ടെത്തുക എന്നുള്ളത് ഇപ്പോൾ കണ്ണൻ ഗോപിനാഥിൻ്റെ പേരൊക്കെയാണ് അവിടെ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലം സ്വീകരിക്കുന്ന മറ്റൊരു പേര് കോൺഗ്രസ് അവതരിപ്പിക്കുകയും CPIMൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് കൂടി ചിത്രം തെളിഞ്ഞാലേ പാലക്കാടിനെ കുറിച്ച് നമുക്ക് കൂടുതൽ എന്തെങ്കിലും പറയാൻ കഴിയൂ. പക്ഷേ അവിടെ മികച്ച സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇപ്പം A ക്ലാസ് മണ്ഡലം എന്ന് BJP കണക്കാക്കുന്ന 34 സീറ്റുകളാണ്. അതിൽ 10 വിജയം ഉറപ്പെന്ന് BJP പറയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തുടർച്ചയായിട്ട് വോട്ട് കൂട്ടി വരുന്നുണ്ട് BJP. അത് കാണാതിരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറച്ച് കുറഞ്ഞ അതിനകത്ത് ഒറ്റ കാര്യം പറയാട്ടോ, ഒരു കാര്യം ഞാൻ വെറുതെ ഒന്ന് കൂട്ടിച്ചേർക്കാണ്. ഈ A ക്ലാസ് മണ്ഡലങ്ങളൊക്കെ 2021 ഉണ്ടായിരുന്നു. അതെ, ഒരിടത്തും ജയിക്കാൻ പറ്റിയില്ല. പക്ഷേ അതെ, 2021 പക്ഷേ കുമ്മനം ജയിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതായിരുന്നു നേമത്ത്. പിന്നീട് ശിവൻകുട്ടി അത് പോയി, അങ്ങനെ പോയി. അപ്പം ഇത്തവണ പക്ഷേ നല്ല കോൺഫിഡൻസിലാണ്. 2020 അവരുടെ മിഷൻ 2026 ഒക്കെ പ്രഖ്യാപനം പോലും അങ്ങനെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ പാർട്ടിക്കുള്ളിൽ കുറച്ച് സംഘടനാ പ്രശ്നങ്ങളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ അവരെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യം അറിയില്ല. പിന്നെ മികച്ച സ്ഥാനാർത്ഥികൾ ഇപ്പം പറഞ്ഞ പോലെ ശോഭാ സുരേന്ദ്രനൊക്കെ ഒരു ക്രൗഡ് പുള്ളറാണ്. എവിടെ നിർത്തിയാലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്ന കൂട്ടത്തിലാണ് ശോഭാ സുരേന്ദ്രൻ. അതേപോലെ തന്നെ K സുരേന്ദ്രൻ, മഞ്ചേശ്വരം. ഇപ്പോൾ K സുരേന്ദ്രൻ എവിടെയൊക്കെ നിന്നിട്ടുണ്ടോ അവിടെയൊക്കെയും വോട്ട് വിഹിതം കൂടി. ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് അദ്ദേഹം നിന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നിന്നപ്പോൾ പോലും 1,00,000-ൽ പരം വോട്ട് ലഭിച്ചിട്ടുണ്ട് K സുരേന്ദ്രന്. K സുരേന്ദ്രൻ കഴിഞ്ഞ വട്ടം മഞ്ചേശ്വരത്ത് 85 വോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കേസായി കാര്യങ്ങളൊക്കെ ആയി പോയി. മാത്രമല്ല മഞ്ചേശ്വരത്ത് ഇപ്പം ലീഗ് നേതാവിന്റെ വെളിപ്പെടുത്തലൊക്കെ വന്നിട്ടുണ്ടല്ലോ. അവിടെ ഈ പറഞ്ഞുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വോട്ടിംഗ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതിനെയൊക്കെ പരമാവധി മുതലെടുക്കുന്നുണ്ട് BJP. അപ്പം കാര്യങ്ങൾ പറയാൻ പറ്റില്ല, പ്രവചനാതീതമാണ്. എവിടെയെങ്കിലുമൊക്കെ അക്കൗണ്ട് തുറക്കണം എന്നൊരു ആഗ്രഹം BJPക്കുണ്ട്. ഒരുപക്ഷെ തള്ളിക്കളയാനും പറ്റില്ലെന്ന് തോന്നുന്നു. കാരണം അത്ര കണ്ട് പണിയെടുക്കുന്നുണ്ട് എല്ലായിടങ്ങളിലും നേതാക്കളൊക്കെ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വോട്ട് ശതമാനം കുറഞ്ഞാലും, ഇപ്പോൾ ചില സ്ഥലത്ത് വോട്ട് ശതമാനം കുറഞ്ഞാലും ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് അവർക്ക് കൂടുതൽ, അതായത് പൊതുവെ വോട്ട് ശതമാനം കുറയുമ്പോഴും ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം നമ്മൾ കണ്ടില്ലേ. അതായത്
മൊത്തത്തിൽ BJPക്ക് വോട്ട് ശതമാനം ഗണ്യമായി കുറഞ്ഞു. പക്ഷെ ഒരു കോർപ്പറേഷൻ കിട്ടി. വിജയിച്ചാലും ആ മട്ടിലുള്ള വിജയം ഉണ്ടാവാനാണ് സാധ്യത ഞാനിപ്പോൾ കാണുന്നത്. കാരണം ഇവരെ വിജയിപ്പിച്ചിട്ട് ഇപ്പോൾ സർക്കാർ രൂപീകരിച്ച് BJP ഭരിക്കുന്നത് കാണാമെന്ന് തൽക്കാലം ഇവരാരും ആഗ്രഹിക്കുന്നില്ല, വോട്ടർമാർ ആഗ്രഹിക്കുന്നില്ല. വേണമെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യാമെന്ന് കരുതുന്നവർ പോലും ആഗ്രഹിക്കാത്തത് കൊണ്ട് ഈ ചില മണ്ഡലങ്ങളിൽ ആ നിലയ്ക്ക് അവർക്കൊരു തരംഗം ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ പൊതുവെ വോട്ട് ശതമാനത്തിൽ വലിയ വർധന ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നു. പാലക്കാട് നമ്മൾ ശോഭാ സുരേന്ദ്രന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഒരു കാര്യം ഒരാളെയും കൂടി നമ്മൾ കൃഷ്ണകുമാറിനെ കൂടി മറക്കാൻ പാടില്ല. കാരണം മലമ്പുഴയിൽ VS മത്സരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം 2ാം സ്ഥാനത്തുണ്ട്. തുടർച്ചയായി എപ്പം മത്സരിച്ചാൽ 2ാം സ്ഥാനത്താണ്. ഇക്കുറി എന്തെങ്കിലും അത്ഭുതം നടക്കുമെന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പം നമ്മൾ പാലക്കാട്ടെ കാര്യം മാത്രമല്ലോ വന്നിട്ടുള്ളത്. അപ്പം ആ ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം ഗംഭീരമാണ്. എങ്ങനെ പോകുന്നുള്ള കാര്യം അറിയില്ല. രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കോർപ്പറേറ്റ് തന്ത്രങ്ങൾ കൂടി കോർത്തിണക്കിയാണ് ഇത്തവണ BJPയുടെ വരവ്. പാർട്ടി ലിസ്റ്റ് പ്രകാരമുള്ള A ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ 34 മുതൽ 40 വരെ മണ്ഡലങ്ങളാണ് ഉൾപ്പെടുന്നത്. ചുരുങ്ങിയത് 15 സീറ്റുകളെങ്കിലും ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെച്ച് പരമാവധി സീറ്റുകൾ വിജയിച്ച് നിയമസഭയിൽ നിർണായകമായ ശക്തിയാക്കാനാണ് BJP നിലവിൽ ലക്ഷ്യമിടുന്നത്. നിസാര വോട്ടുകൾക്ക് കൈവിട്ട മണ്ഡലങ്ങൾ ഇക്കുറി എന്തു വില കൊടുത്തും പിടിച്ചെടുക്കാനാണ് നീക്കം. 2 മണ്ഡലത്തിൽ മത്സരിച്ച് ഹെലികോപ്റ്ററിൽ പറന്ന് വോട്ട് പിടിക്കും വിധമുള്ള ഗിമ്മിക്കുകൾ ഒന്നും സ്വീകരിച്ച് ഇത്തവണ പുലിവാൽ പിടിക്കാൻ ഏതായാലും BJP നേതൃത്വം ഇടവരുത്തിയേക്കില്ല. പക്ഷേ എയിംസും അതിവേഗ റെയിൽപാതയും പ്രതീക്ഷിച്ചിരുന്ന ജനതയ്ക്ക് ആമമുട്ട നൽകിയ കേന്ദ്ര ബജറ്റ് തിരിച്ചടിയാകുമോ എന്നതാകും പാർട്ടിക്ക് മുന്നിലെ പ്രധാന പ്രതിസന്ധി. വോട്ട് വിഹിതം 30-40% വരെയാക്കി മാറ്റുമെന്ന അമിത്ഷായുടെ പ്രഖ്യാപനവും ഈ സമയത്ത് ഓർക്കുകയാണ്. വലിയ വലിയ സ്വപ്നങ്ങളുമായി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന BJPക്ക് തന്ത്രങ്ങൾ എത്രത്തോളം വിജയിക്കുമെന്നും അറിയാൻ നമ്മൾ ഇനി കാത്തിരിക്കണം.